ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ ഫസീല എന്ന 23-കാരി ഭർതൃവീട്ടിലെ കൊടിയ പീഡനങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവം എല്ലാവരെയും ഒരുപോലെ വേദനയിലാഴ്ത്തിയിരുന്നു. ഫസീലയുടെ മരണത്തിന് പിന്നാലെ ആ കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് വെള്ളാങ്ങല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് മുരളി പങ്കുവെക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ഫസീല അവളുടെ മാതാപിതാക്കൾക്ക് ഒറ്റ മകളായിരുന്നു. ഉത്സവപ്പറമ്പിൽ കച്ചവടം നടത്തി സ്വരുക്കൂട്ടിയ പണം തികയാതെ വന്നപ്പോൾ ആകെയുള്ള 5 സെന്റും കൊച്ചു വീടും വിറ്റാണ് അവളെ കെട്ടിച്ചുവിട്ടത്. വിവാഹത്തിന് പിന്നാലെ ആ വീട്ടിൽ മകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എത്തിച്ചു നൽകി. എന്നിട്ടും അവൻ കൊന്നുകളഞ്ഞല്ലോ എന്നാണ് ഫസീലയുടെ ഉപ്പ ചോദിക്കുന്നത്. മകൾ അവസാനമായി അയച്ച മെസ്സേജ് കാണാൻ അരമണിക്കൂർ വൈകിപ്പോയതോർക്കുമ്പോൾ പിതാവ് അബ്ദുൾ റഷീദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ആ വീട്ടിൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് പോരാമായിരുന്നു എന്നാണ് പിതാവ് പറയുന്നത്. സന്ദേശങ്ങൾ കണ്ട് നൌഫലിന്റെ വീട്ടിൽ ഓടിയെത്തുമ്പോഴേക്കും ഫസീലയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ആരുടെയോ കയ്യിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന കൊച്ചുമകനെയും വാരിയെടുത്ത് ആശുപത്രിയിലെത്തിയപ്പോൾ മകൾ പോയെന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അവളുടെ മുഖമൊന്ന് കാണാൻ പോലുമുള്ള മനോധൈര്യം തനിക്കുണ്ടായില്ലെന്നാണ് ഫസീലയുടെ പിതാവ് അബ്ദുൾ റഷീദ് പറയുന്നത്. 10 മാസം പ്രായമായ കൊച്ചുമകൻ മുഹമ്മദ് സയാനെ മാറോട് ചേർത്ത് പിടിച്ച് മരവിച്ചിരിപ്പാണ് ഫസീലയുടെ മാതാവ്. ഉത്സവപ്പറമ്പിൽ മധുരപലഹാരങ്ങൾ വിറ്റ് സ്വരുക്കൂട്ടിയ പണം പോരാതെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന 5 സെന്റും കൊച്ചു വീടും വിറ്റാണ് മകളെ വിവാഹം കഴിച്ചയച്ചത്. വിവാഹ പിറ്റേന്ന് ഭർത്തൃമാതാവ് വാങ്ങി സൂക്ഷിച്ച സ്വർണം പിന്നെ ആ വീട്ടുകാർ കണ്ടിട്ടില്ല. വിവാഹത്തിനു മുൻപ് കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു ഫസീല. എന്നാൽ പിന്നീട് നൌഫൽ ജോലിക്ക് പോകാൻ അനുവദിച്ചില്ല. ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിലൊന്ന് വരാൻ പോലും അവൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ലക്ഷങ്ങളുടെ കടമുണ്ട്, വാടക വീട്ടിലാണ് താമസം. എന്നാലും മകളുടെ കണ്ണ് നിറയരുതെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് മകൾക്ക് വേണ്ടതെല്ലാം നൌഫലിന്റെ വീട്ടിൽ എത്തിച്ചു നൽകിയിരുന്നത്. എന്നിട്ടും മകളെ നഷ്ടമായതിന്റെ വേദനയിലാണിപ്പോൾ ആ കുടുംബം.